പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 3-ലെ NCERT എക്സാംപ്ലർ സൊല്യൂഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ ആ വീഡിയോസും കൂടെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് പോളിനോമിയൽസ് ആസ് പോളിനോമിയൽസ് ഇൻ 1 വേരിയബിൾ 2 വേരിയബിൾസ് എക്സെട്ര. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയലിനെ 1 വേരിയബിളും 2 വേരിയബിൾസും ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 വേരിയബിളാണ് എന്താണ്, പോളിനോമിയലിൽ ഏതെങ്കിലും ഒരു വേരിയബിളേ കാണത്തുള്ളൂ. അതായത് എക്സ് ആണെങ്കിൽ എക്സ് മാത്രമേ കാണത്തുള്ളൂ, വൈ ആണെങ്കിൽ വൈ മാത്രമേ കാണത്തുള്ളൂ. 2 വേരിയബിൾസ് ആണ് എന്ത് കാണും, 2 എണ്ണം കാണും. ഒന്നെങ്കിൽ എക്സ് വൈ അല്ലെങ്കിൽ എ ബി, അങ്ങനെ ഏതെങ്കിലും 2 വേരിയബിൾസ് കാണും. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിയേ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഇവിടെ ഏത് വേരിയബിൾ മാത്രമേ ഉള്ളൂ, എക്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതെന്താണ്, ഇത് 1 വേരിയബിളാണ്, 1 വേരിയബിൾ. അടുത്തത് നോക്കിയേ, അടുത്തതിൽ വൈ ക്യൂബ് മൈനസ് 5y. അപ്പോൾ വൈ എന്ന് പറയുന്ന ഒരു വേരിയബിൾ മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ട് ഇതും എന്താണ്, ഇതും 1 വേരിയബിളാണ്. അടുത്തത് എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് ഇസഡ് എക്സ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ വേരിയബിൾ ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. അപ്പോൾ ഇതേതാണ്, ഇവിടെ നമുക്ക് 3 വേരിയബിൾ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇവിടെ എന്തുണ്ട്, 3 വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1. അപ്പോൾ വേരിയബിൾസ് ഏതൊക്കെയുണ്ട്, എക്സും വൈയും. അപ്പോൾ ഇത് 2 വേരിയബിൾസിൻ്റെ പോളിനോമിയലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ ഡിഗ്രി ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് പോളിനോമിയൽ 2x മൈനസ് 1. അപ്പോൾ ഡിഗ്രി എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയലിലെ വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളേ ഉള്ളൂ, ഇതിൻ്റെ ഡിഗ്രി എത്രയാണ്, പവർ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എത്രയാണ്, ഡിഗ്രി ഓഫ് പോളിനോമിയൽ ഈസ്, ഇതിൻ്റെത് 1 ആണ് ഡിഗ്രി. അടുത്ത നെഗറ്റീവ് 10. നെഗറ്റീവ് 10 എന്ന് വെച്ചാൽ എന്താണ്, നെഗറ്റീവ് 10 എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞു, കോൺസ്റ്റൻ്റ് ആണ് തരുന്നതെങ്കിൽ അതിൻ്റെ കൂടെ എന്തും കൂടെ ഉണ്ട്, എക്സ് റൈസ് ടു 0യും കൂടെ ഉണ്ട്. അപ്പോൾ പവർ ഈസ് 0. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എന്താണ്, 0. അടുത്തത് എക്സ് ക്യൂബ് മൈനസ് 9x പ്ലസ് 3x റൈസ് ടു 5. ഇവിടുത്തെ ഹയസ്റ്റ് പവർ എന്ത് വരും, 3 ഉണ്ട്, 5 ഉണ്ട്. ഏതാണ് ഹയസ്റ്റ് പവർ, 5 ആണ്. സോ ഡിഗ്രി ഈസ് 5. അടുത്തത് വൈ ക്യൂബ് ഇൻറ്റു 1 മൈനസ് വൈ റൈസ് ടു 4. അപ്പോൾ ഇത് നിങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയെങ്കിൽ ഇതിൻ്റെ ഡിഗ്രി നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ്, ഇവിടെ വൈ ക്യൂബ് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് അല്ലേ. വൈ ക്യൂബ് ഇൻറ്റു 1 മൈനസ് വൈ റൈസ് ടു 4 ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഡിഗ്രി 4 ആണ് എന്ന് എഴുതി വെച്ചാൽ നിങ്ങളുടെ ആൻസർ തെറ്റായിരിക്കും കേട്ടോ. എന്തുകൊണ്ടാണ്, ഇവിടെ വൈ ക്യൂബ് 1 മൈനസ് വൈ റൈസ് ടു 4 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുക. വൈ ക്യൂബ് ഇൻറ്റു 1 ഈസ് വൈ ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഇൻറ്റു വൈ റൈസ് ടു 4 എന്ത് വരും, വൈ റൈസ് ടു 3 പ്ലസ് 4 7. വൈ ക്യൂബ് ഇൻറ്റു വൈ റൈസ് ടു 4. ഏത് ഐഡൻറ്റിറ്റിയെ യൂസ് ചെയ്യുക, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, ദാറ്റ് ഈസ് എ റൈസ് ടു എം പ്ലസ് എൻ. പവർ തമ്മിൽ ആഡ് ചെയ്യും, 3 പ്ലസ് 4 7. അപ്പോൾ ഇത് ഈ പോളിനോമിയൽ എങ്ങനെയായി, വൈ ക്യൂബ് മൈനസ് വൈ റൈസ് ടു 7. ഹയസ്റ്റ് പവർ എത്രയാണ്, 7. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി എന്തായിരിക്കും, ഡിഗ്രി ഈസ് 7. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ദ പോളിനോമിയൽ എക്സ് ക്യൂബ് പ്ലസ് 2x പ്ലസ് 1/5 മൈനസ് 7/2 എക്സ് സ്ക്വയർ മൈനസ് എക്സ് റൈസ് ടു 6. റൈറ്റ് ദ ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ. ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എഴുതാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പവർ എന്തൊക്കെയാണ്, 3 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 6 ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് എന്താണ്, 6 ആണ്. സോ ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ ഈസ് 6. ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ്. ഇനി എക്സ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് ഇതാ ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതാം, എക്സ് ക്യൂബ് പ്ലസ് 2x പ്ലസ് 1/5. അതായത് ഈ 3 ടേമുകൾക്കും കൂടെ ഉള്ളതാണ് ഈ 5 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട്
എക്സ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ ബാക്കി ടേം ഒന്നും എഴുതുന്നില്ല. എക്സ് ക്യൂബ് ഉള്ളത് ഇതിനകത്തായതുകൊണ്ടാണ് ഇത് മാത്രം എഴുതിയത് കേട്ടോ. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഇത് എന്ത് വരും? എക്സ് ക്യൂബ് ബൈ 5 പ്ലസ് 2x/5 പ്ലസ് 1/5 എന്ന് വരും. അതിൻ്റെ അർത്ഥം എന്താ? ഈ 5 ഈ 3 ടേമുകൾക്ക് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഈ 3 ടേമുകൾക്ക് ഈ 5നെ അങ്ങ് കൊടുത്തു. ഇനി എക്സ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ത് വരും? എക്സ് ക്യൂബ് ബൈ 5 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 1/5 ഇൻറ്റു എക്സ് ക്യൂബ് എന്നാണ് അല്ലേ? അപ്പോൾ എക്സ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ത് വരും? 1/5. നിങ്ങൾ ഡയറക്റ്റ് 1 എന്ന് എഴുതി വെച്ചാൽ നിങ്ങളുടെ ആൻസർ തെറ്റായിരിക്കും കേട്ടോ. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ് ഈസ് 1/5. അടുത്തത് ദ കോഎഫിഷ്യൻ്റ് ഓഫ് x⁻6. x⁻6 എന്ന് പറയുന്നത് ഇതാണ്. ഈ x⁻6ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? അപ്പം നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തായിരിക്കണം നിങ്ങൾ എഴുതുന്നത്. എന്ത് വരും? -1. നെഗറ്റീവ് x⁻6 ആണ് അല്ലേ? അപ്പോൾ ഓൾറെഡി ഇവിടെ 1 ഉണ്ട്. അപ്പം നെഗറ്റീവ് സൈനും കൂടെ ചേർത്ത് എഴുതുക. ദ കോൺസ്റ്റൻറ്റ് ടേം, ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ടേം ഏതാണ് എന്ന് എഴുതണം. കോൺസ്റ്റൻറ്റ് ടേം ഏതാണ്? അപ്പോൾ എക്സ് ക്യൂബ് ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയപ്പം x⁵5 പ്ലസ് 2x/5 പ്ലസ് 1/5. പിന്നെ ഇവിടെയുള്ള ഈ 2 ടേമുകൾക്ക് എക്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ എക്സ്, അതായത് കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത് വേരിയബിൾ ഇല്ലാതെ ഏത് ടേം വരുന്നോ അതിനെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വേരിയബിൾ ഇല്ലാതെ വന്നത് ഏതാണ്? 1/5 ആണ് വന്നിട്ടുള്ളത്. അപ്പം കോൺസ്റ്റൻറ്റ് ടേം ഈസ് 1/5. മനസ്സിലായല്ലോ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് x² ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ്. ഈ തന്നിരിക്കുന്ന ഓരോന്നിലും x² കോഎഫിഷ്യൻ്റ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് x² എന്ന് പറയുന്നത് ഇതാ ഇവിടെയാണ്. x² കോഎഫിഷ്യൻ്റ് എന്താണ്? x² കോഎഫിഷ്യൻ്റ് ഈസ് 1. അടുത്തത് 3x - 5. അപ്പോൾ x² എന്ന് പറയുന്ന ഒരു ടേം നമുക്കിവിടെ ഇല്ല. അതുകൊണ്ട് കോഎഫിഷ്യൻ്റ് നമുക്ക് എന്തെഴുതാം? കോഎഫിഷ്യൻ്റ് ഈസ് 0. അടുത്തത് x-1 ഇൻറ്റു 3x - 4. അപ്പോൾ ഇവിടെ 2 എക്സ്പ്രഷൻസിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? മൾട്ടിപ്ലൈ ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെങ്കിലേ നിങ്ങൾക്ക് ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. 3x - 4. ഇവിടെ നിങ്ങൾ x² എന്ന് പറഞ്ഞ ടേം ഇല്ല എന്ന് പറഞ്ഞ് 0 എഴുതി വെച്ചാൽ നിങ്ങളുടെ ആൻസർ തെറ്റായിരിക്കും. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് 2 എക്സ്പ്രഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നിരിക്കുകയാണ് അല്ലേ? അപ്പോൾ x ഇൻറ്റു 3x ഈസ് 3x². x ഇൻറ്റു -4 ഈസ് -4x. -1 ഇൻറ്റു 3x ഈസ് -3x. -1 ഇൻറ്റു -4 ഈസ് +4. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് 3x² - 7x + 4 എന്ന് കിട്ടി. x² കോഎഫിഷ്യൻ്റ് എന്താണ്? 3 ആണ് x² കോഎഫിഷ്യൻ്റ്. അടുത്തത് 2x - 5 ഇൻറ്റു 2x² - 3x + 1. ഇവിടെ ഇതിനെയും എന്ത് ചെയ്തെങ്കിലേ പറ്റൂ? സിംപ്ലിഫൈ ചെയ്തെങ്കിലേ പറ്റൂ. അപ്പോൾ എന്ത് ചെയ്യണം? 2x ഇൻറ്റു 2x² എന്ത് വരും? 4x³. 2x ഇൻറ്റു -3x എന്ത് വരും? 2 ഇൻറ്റു 3 6 -6x². 2x ഇൻറ്റു 1 എന്ത് വരും? +2x. -5 ഇൻറ്റു 2x² അപ്പം -10x². -5 ഇൻറ്റു -3x നെഗറ്റീവും കൂടെ പോസിറ്റീവ് ആവും. 5 3s are 15x. -5 ഇൻറ്റു 1 -5. അപ്പോൾ 4x³ ലൈക്ക് ടേംസിനെ ആഡ് ചെയ്യാം അല്ലേ? അപ്പോൾ -6x² -10x² കൂടെ -16x² എന്നാവും. 2xഉം 15xഉം കൂടെ +17x - 5. x² കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. x² കോഎഫിഷ്യൻ്റ് എന്താണ്? -16 ആണ് x² കോഎഫിഷ്യൻ്റ്.